ചെന്നൈയിലെ ക്യാപ്റ്റൻസി സംഭവങ്ങളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ തന്നെ മാറ്റം വരുത്തണം എന്നാണ് സഞ്ജു മഞ്ചേരിക്കർ അടക്കമുള്ള മുൻതാരങ്ങളെല്ലാം പറയുന്നത്. ഇപ്പോൾ സഞ്ജുവിലേക്ക് കാരണം ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ധോണിയുടെ ഒരു ലെഗസിയുടെ ഒരു വലിയ ഭാരം, അമിതഭാരം അദ്ദേഹത്തിനുണ്ട്, സത്യമാണ്. അതായത് IPLന്റെ 18 വർഷത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു ഗംഭീരമായൊരു ട്രേഡോടുകൂടിയാണ് സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് വരവേറ്റത്. ആ വേൾഡ് കപ്പിലൊരു പ്രകടനം കൂടി ആയപ്പോഴേക്ക് ആ ഹൈപ്പ് അങ്ങേയറ്റമായി. അപ്പോൾ അത്തരത്തിലൊരു താരം ടീമിലേക്ക് വരുമ്പോഴുണ്ടായ, മാത്രമല്ല സഞ്ജു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടിയാണ്. ഒരു സീസൺ പരീക്ഷിച്ചിട്ട് അടുത്ത വർഷം സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ് എല്ലാവർക്കും. അതെ, വിക്കറ്റ് കീപ്പർ. ധോണിക്ക് പകരം ഒരു ഫാൻ ബേസ് നിലനിർത്താനുള്ള സംഭവം കൂടി അതിനകത്തുണ്ട്. അത് പക്ക മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഒരു ക്രൗഡ് പുള്ളറെ കൊണ്ടുവരുന്ന, അങ്ങനെ സമ്മർദ്ദങ്ങൾ ഒരുപാട് ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ നടുവിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഒരു സെറ്റല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മറുവശത്ത് സഞ്ജു ആദ്യം മടിച്ചു നിന്നു, ഒരു കാര്യത്തിലും ഇടപെടുന്നുണ്ടായിരുന്നില്ല കൃത്യമായിട്ട്. പിന്നെ അദ്ദേഹം ബാറ്റിങ്ങിലും മോശമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സെഞ്ചുറിയോടുകൂടി തന്നെ ഈ IPL ആദ്യത്തെ സെഞ്ചുറി സഞ്ജു തന്നെയാണ് അടിച്ചത്. തിരിച്ചു വന്നു. പിന്നീട് സഞ്ജു നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഇനിയുള്ള 5 മത്സരങ്ങളെങ്കിലും മിനിമം ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത അവിടെ തുറന്നു കിട്ടുകയുള്ളൂ. അതർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും ക്രൂഷ്യലായിട്ടുള്ള മാച്ചാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ IPL എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബാറ്റ്സ്മാൻമാരെ ഇപ്പോൾ പോലും നമ്മൾ സംസാരിച്ചത് സൂര്യവംശിയെക്കുറിച്ചും സഞ്ജു സാംസണെക്കുറിച്ചും രോഹിത് ശർമ്മയെക്കുറിച്ചുമാണ്. നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് ബൗളേഴ്സിൻ്റെ പറ്റിയിട്ടാണല്ലോ. ബൗളേഴ്സിൻ്റെ ഈ സീസൺ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി സാധ്യതകൾ തുറന്നിടുന്നു എന്ന് തോന്നുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി എടുക്കുകയാണെങ്കിൽ പ്രിൻസ് യാദവിനെ പോലെയുള്ള താരങ്ങൾ, അശോക് ശർമ്മയെ പോലുള്ള താരങ്ങൾ, പിന്നെ ചെന്നൈയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ അൻഷുൽ കാംബോജ് ഉണ്ട്. അൻഷുൽ കാംബോജും പ്രിൻസ് യാദവുമാണ് ഇപ്പോൾ 13 വിക്കറ്റുകളായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അശോക് ശർമ്മ എന്ന് പറയുന്ന താരം ഈ സീസണിൽ ഏറ്റവും വേഗമേറിയ 152 കിലോമീറ്ററിൻ്റെ പന്തെറിഞ്ഞ ഒരു താരമാണ്. ഒപ്പം അതേപോലെ നോക്കുകയാണെങ്കിൽ ദുബൈ പോലെയുള്ള താരങ്ങൾ, അശ്വിനി കുമാർ, നേരത്തെ പറഞ്ഞ അശ്വിനി കുമാർ, ഹർഷ് ദുബൈ പോലെയുള്ള താരങ്ങൾ, സ്പിന്നർമാരുടെ തലത്തിലേക്ക് ഭാവിയിലേക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ ഉറ്റുനോക്കാൻ കഴിയുന്ന താരങ്ങൾ, സാക്കിബ് ഹുസൈൻ വരുന്നുണ്ട്. ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്നുള്ള. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ IPL മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻമാരെക്കാൾ ഉപരി ഒരു പെട്ടി മികച്ച പേസ് ബൗളിംഗ് ബൗളർമാരെ മുന്നോട്ട് വെക്കുന്ന ഒരു സീസണായിട്ട് കൂടി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഈ സീസൺ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.